എന്നാൽ ശരി, ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടില്ലേ? ഇവർ ചോദിക്കുന്നുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യം എങ്ങനെ കേട്ടാ വിചാരിക്കും ആരും പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ. ഏതാ മാസിക? സുന്നത്ത് മാസിക. സുന്നത്ത് മാസികയിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും. അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കിക്കൊടുത്താൽ മുമ്പവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും. യൂനുസ് 12. ഇനി കേട്ടോ, യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത്. എന്തേ പറഞ്ഞത്? അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത്? അവ നിഷേധിക്കുന്നത്. ഏത്? അടിയിലത്തെ ആയത്ത് കേട്ടോ. നമ്മളിവിടെ ഓതി ആയത്തന്നെ തെളിവോതുന്നത് സുന്നത്ത് മാസിക. ചോദിക്കുക, ആകാശത്തിനൊന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന്? ഞാൻ ആയത്ത് യൂനുസ് 31 ആയത്താണ് ഇവിടെ ഈ തെളിവിന് കൊടുത്തത്. എന്നിട്ട് പറയണേ, ശ്രദ്ധിച്ചോ, ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു സത്യമുണ്ട്, അംഗീകരിക്കാത്ത സത്യം എന്നല്ല, അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത്. നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം. നന്നായി അറിയാം. ആരാ പറയുന്നത്? സുന്നത്ത് മാസികയിലാ പറയുന്നത്. കണ്ടോ, സുന്നത്ത് മാസിക അബൂജഹലിന്റെ മൗലൂദോദനുണ്ടോ? അബൂജഹലിന്റെ മൗലൂദോദ സുന്നത്ത് മാസിക. നന്നായി അറിയാം. ഇനി കേട്ടോ, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ്? മാളിയേക്കൽ സുലൈമാൻ സഖാഫി. മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? വിശ്വസിച്ചൂന്നോ വിശ്വസിക്കൂലാണോ? ശ്രദ്ധിച്ചോ, മലയാളത്തിലാണ്, ശ്രദ്ധിച്ചോളൂ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ? ചോദ്യം. വിശ്വസിച്ചിരുന്നു. കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു. അതെന്തായി? അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതൊക്കെ ഏതാ അള്ളാഹും കൂടി ഇവർ പറയട്ടോ. അടുത്തൊക്കെ ഞാൻ എത്തി. ഇനി സഹോദരന്മാരെ, KV മുഹമ്മദ് മുസ്ലിയാരുടെ ബയാനുൽ ഖുർആൻ, അതിൽ നമുക്ക് കാണാം. ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ പന്താവൂരിന്റെയാണ്. മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും. ഈ ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറുണ്ടല്ലോ, ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മദ്ഹ് എത്രയാന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ട് വായിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മാനസിക രോഗിയുടെ തഫ്സീർ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് ഇപ്പൊ അടുത്താണല്ലോ അവരുടെ അതിൻ്റെയൊക്കെ മുമ്പുള്ളത് കേട്ടോ. എന്താ ഇത് പറയുന്നത്? മേൽ പറഞ്ഞ കാര്യം ഏത്? നമ്മൾ ഓതിയ സൂറത്ത് യൂനുസിലെ 31 ആയത്തുണ്ടല്ലോ, അതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതായത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. ഇതിലങ്ങനെയുള്ള കേട്ടോ, വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും. കീഴ്ദൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിലും അവർ വിശ്വസിച്ചു എന്നായി. ഈ പുസ്തകം ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിന്റെ 8ാമത്തെ പേജിൽ നമുക്ക് 9ാമത്തെ പേജിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെ പറ്റിയാ പറയുന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ്യ അറബികൾ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. അള്ളാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ. ഇനിയും നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത്? മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു എന്നല്ലേ? അപ്പൊ നമ്മൾ യൂമിനൂന മൂമിനു എന്ന് പറഞ്ഞു. അവരൊക്കെ ചേർത്തോ ആ പട്ടികയിലേക്ക്? ഇനി കേട്ടോ,
സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ട പൂക്കോയ തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള TK അബ്ദുള്ള മൗലവിയുടെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എന്ന് കേൾപ്പിക്കട്ടെ. ഒരു ഹെഡിങ് കാണാം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ത്? കേട്ടോളൂ. സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. എങ്ങനെ? സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ പറയാനല്ല, അവർ പറയും, അവർ പറഞ്ഞുകൊള്ളും എന്നൊക്കെ അവർ പറയുന്നല്ല. സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുമുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സഹോദരന്മാരെ, മറ്റൊരു പരിഭാഷയിൽ ഒന്നുകൂടി കൽപ്പിക്കാം. അന്ന് പറഞ്ഞതിൽ അപ്പുറാപ്പി പറയുന്നത്, അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത്. ലക്കവും പേജും പുസ്തകമൊന്നും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട. കേട്ടോളൂ എന്താ പറയുന്നത്. ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷ, തിരൂരങ്ങാടി കാളിയില്ലേ അബ്ദുറഹ്മാൻ മഖ്ദൂമി, ആ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ, നമുക്ക് കാണാം. എന്താ അതിന് പറയുന്നത്? മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടോളൂ ഒന്നുകൂടി. മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നത്, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ കണ്ടോ. അപ്പൊ മഖ്ദൂമിയുടെ പരിഭാഷയെ കേട്ടത് എവിടുന്നൊക്കെ കേൾപ്പിച്ചു? സുന്നത്ത് മാസികയിൽ നിന്ന് കേൾപ്പിച്ചു. വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന നിങ്ങളുടെ ബുക്കിൽ നിന്ന് കേൾപ്പിച്ചു. KV മുഹമ്മദ് മുസ്ലിയാരുടെ ആ പന്താവൂരിന്റെ പരിഭാഷയിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. ആയത്തുൽ കുർസി എന്ന പുസ്തകത്തിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. TKയുടെ പരിഭാഷാ ഗ്രന്ഥത്തിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. അതാ അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്നവരുടെ പരിഭാഷാ ഗ്രന്ഥത്തിൽ നിന്നും കേൾപ്പിച്ചിരുന്നു. മറുപടി പറയാതെ പോകുന്നുവോ? പറയണേ, മറുപടി പറഞ്ഞേ പറ്റൂ.